നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 100 ദിവസത്തോട് അടുക്കുകയാണ്. യുദ്ധം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ കടുത്ത ആക്രമണം ഗാസയിൽ അഴിച്ചുവിടുമ്പോഴും തിരിച്ച് ഹമാസ് വളരെ ശക്തമായാണ് പോരാടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയ്ക്ക് യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേൽ യുദ്ധത്തിൽ അടിപതറിയിരിക്കുകയാണെന്ന്. യുദ്ധത്തിൽ നിൽക്കക്കള്ളിയില്ലാത്തപ്പോഴും ആക്രമണത്തിന് ഒരു അയവും ഇസ്രായേൽ വരുത്തിയിട്ടില്ല. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി പലസ്തീനുകൾ പലായനം ചെയ്യുകയാണ്. എന്നാൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകുന്ന ജനങ്ങളെ വരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, വെസ്റ്റ് ബാങ്കിലേക്കുള്ള പലസ്തീൻ പൗരന്മാരുടെ സഞ്ചാരം തടയാൻ നഗരത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ കൂടുതൽ ഇരുമ്പു ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. പ്രധാനമായും വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലേക്കുള്ള കവാടങ്ങളിലാണ് ഇസ്രായേൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കിരാത നടപടിക്കെതിരെ പലസ്തീനിൽ ഇസ്രായേലിനെതിരെ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പൗരന്മാരെ പുറത്തേക്ക് വിടാനും പലസ്തീനുകളെ കവാടങ്ങൾക്കുള്ളിലായി തന്നെ നിലനിർത്താനുമായി ഈ ഗേറ്റുകൾ തങ്ങളെ പ്രാപ്തരാക്കുന്നുവെന്നാണ് വിഷയത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണം. പലസ്തീനിലെ രണ്ടാം ഇന്തിഫാദയുടെ സമയം മുതലാണ് വെസ്റ്റ് ബാങ്കിലെ പ്രവേശന കവാടങ്ങളിൽ ഇസ്രായേൽ ഇരുമ്പു ഗേറ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ ഗേറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റാമല്ലയിലെ ഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം 28 ഗേറ്റുകൾ സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. മാസങ്ങളോളം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈ ഇരുമ്പു ഗേറ്റുകൾ അടച്ചിടുമെന്ന് പലസ്തീൻ പൗരന്മാർ പറയുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ഉപയോഗിക്കാൻ ഇസ്രായേലി സൈന്യം തങ്ങളെ നിർബന്ധിക്കുന്നുവെന്നും ഈ വഴികളിലൂടെ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്ത ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയെന്നും വെസ്റ്റ് ബാങ്കിലെ താമസക്കാർ പറയുന്നു. പലസ്തീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കൊടും ക്രൂരതയാണ് ഇസ്രായേൽ പലസ്തീനിലെ ജനങ്ങളോട് കാണിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് രക്ഷ നേടി സ്വന്തം നാടും വീടും ഒക്കെ വിട്ടുപോകുമ്പോൾ പോലും അവരെ പിന്തുടർന്നുകൊണ്ടാണ് ഇസ്രായേൽ സേന നരനായാട്ട് നടത്തുന്നത്. ഒരാളെ പോലും വെറുതെ വിടാതെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതിനു മുൻപും പലായനം ചെയ്യുന്ന ജനങ്ങളെ അതിർത്തി കടന്നു പോകാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. റാഫ കവാടം അടച്ച സമയത്ത് എങ്ങോട്ട് പോകണം എന്നറിയാതെ വലഞ്ഞിരുന്നു ജനങ്ങൾ. പക്ഷേ ഇതിനൊക്കെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ ജയിക്കുമെന്ന് നാഴിക്ക് 40 വട്ടം ഇസ്രായേൽ പറയുമ്പോഴും യുദ്ധഭൂമിയിൽ സേനയ്ക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഈ വർഷം മുഴുവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇസ്രായേൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. അതിനാൽ തന്നെ എന്ത് ചെയ്തും യുദ്ധം ജയിക്കാൻ ഏതു വഴിയും ഇസ്രായേൽ സ്വീകരിക്കും എന്നതുറപ്പ്. എന്തായാലും യുദ്ധം ഈ വർഷം മുഴുവൻ ഉണ്ടാകുമോ അതോ ഹമാസ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുമോ, ഇസ്രായേൽ ജയിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.